യേശുവിൽ ഒത്തിരിയേറെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം ഇന്ന് നമുക്കായിട്ട് വലിയ വലിയ അനുഗ്രഹങ്ങളെ തരുവാനായിട്ട് കരുതി വച്ചിരിക്കുകയാണ്. ആര് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുന്നുവോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എത്രമാത്രം വിശ്വാസമുണ്ടോ അതനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അവിടെ യേശു കർത്താവാണ്, യേശു ദൈവമാണെന്ന് അധരം കൊണ്ട് നമ്മൾ പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നാൽ നീ രക്ഷ പ്രാപിക്കും. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് നീ വിശ്വസിക്കണം. എങ്കിൽ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും വേണം. അവൾ ഹൃദയത്തിൽ വിശ്വാസം വേണം. ആ വിശ്വാസം എന്താ? ഉയർത്തെഴുന്നേറ്റ യേശുവിനുള്ള വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലതാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു, അവൻ ഇനിയും വരും. മനുഷ്യന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. തന്മൂലമാണ് രക്ഷ പ്രാപിക്കുന്നത്. ഹൃദയത്തിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടും. അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന ആർക്കും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ലജ്ജിക്കേണ്ടി വരത്തില്ല. ലജ്ജിക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ലജ്ജിക്കുവാൻ യേശു അനുവദിക്കത്തില്ല. യേശുവിനെ ആരൊക്കെ വിളിച്ചപേക്ഷിച്ചവരെയെല്ലാം യേശു ഉറപ്പായിട്ടും അനുഗ്രഹിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ അടുക്കലേക്ക് വന്നവർ, അവിടെ ജാതിമത ഭേദമന്യേ ആര് വന്നാലും അവരെല്ലാവരെയും യേശു അനുഗ്രഹിച്ചിരിക്കും. രോഗികൾക്ക് സൗഖ്യം കൊടുക്കും, ബന്ധിതർക്ക് മോചനം കൊടുക്കും. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവും. അവിടെ യേശു ക്രിസ്തു കർത്താവാണെന്ന് നമ്മൾ ഏറ്റുപറയണം. ലോകത്തോട് നമ്മൾ പ്രഘോഷിക്കണം. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ ആഴമായ വിശ്വാസമുണ്ടാവണം. വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ വൈദികരെന്നോ സന്യസ്തരെന്നോ ഏകസ്ഥരെന്നോ കുടുംബജീവിതം നയിക്കുന്നവരെന്നോ വ്യത്യാസമില്ല. എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് യേശുവിനെ പ്രഘോഷിക്കുക, അല്ലെ യേശുവിനെ മറ്റുള്ള പറയുക, യേശുവിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുക എന്നുള്ളത്. അവിടെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഞാൻ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയുന്ന വ്യക്തികൾക്ക് ലജ്ജിക്കാൻ ഇടവരത്തില്ല. ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മാതാപിതാക്കന്മാരും അവരുടെ മക്കളെ വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് വളർത്തുവാനായിട്ട് ഉത്തരവാദിത്വമുള്ളവരാണ്. ഈ കാലഘട്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ജീവിക്കുന്ന അനേകം യുവതീവാക്കന്മാരെ കണ്ടുമുട്ടാറുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ പശ്ചാത്തലമാകാം,
അല്ലെ ജീവിത സാഹചര്യങ്ങളാകാം, വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട്, ക്രിസ്തുള്ള വിശ്വാസം അഭിമാനത്തോടെ ഏറ്റുപറയാനായിട്ട് ധൈര്യമില്ലാത്ത അനേകരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഏകദേശം 300 വർഷം മുൻപ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് നീലകണ്ഠപിള്ള. അദ്ദേഹത്തെ ദൈവസഹായം പിള്ള എന്നറിയപ്പെടും. അദ്ദേഹത്തിൻ്റെ മാമുദീസ പേര് ലാസറസ്. 1712 മരുതൻകുളങ്ങര തറവാട്ടിൽ ജനിച്ചു. നല്ല സമ്പത്തുള്ള കുടുംബം. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച അദ്ദേഹം തിരുവിതാംകൂർ രാജാവിൻ്റെ പടനായകരിൽ ഒരു വ്യക്തിയായിട്ട് മാറുകയായിരുന്നു. അദ്ദേഹം ഏറ്റെടുത്ത ജോലിയിൽ 100% വിശ്വസ്തനായിരുന്നു. നല്ല കുടുംബത്തിൽ പിറന്നു, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, രാജാവിന് പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പൂർണ്ണമായിട്ടും രാജാവിൻ്റെ സൈനികർ പരാജയപ്പെടുത്തി. അങ്ങനെ ഡച്ചുകാരുടെ ക്യാപ്റ്റനായിരുന്ന ഡിലനായി പിടിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിലൂടെ ആണ് അന്നത്തെ സൈനികർ നയിക്കപ്പെട്ടത്. 1745 ആ കാലഘട്ടത്തിൽ ഡിലനായുമായിട്ടുള്ള വലിയ ഒരു ബന്ധം. അങ്ങനെ അദ്ദേഹം നീലകണ്ഠപിള്ള എന്ന മനുഷ്യൻ ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാൻ ഇടയായി. ഡിലനായി എന്ന വ്യക്തി ക്രിസ്തുവിനെക്കുറിച്ച് നീലകണ്ഠപിള്ളയോട് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ഭാർഗവി ജ്ഞാനപ്പൂ. അവർ ആഴമായ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു. അവർക്ക് യേശുവിനോടുള്ള സ്നേഹമായി, അവർക്ക് ശക്തമായ ദൈവാനുഭവങ്ങളുണ്ടായി. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവർ നേരിട്ട് അനുഭവിച്ചു. 1745 മെയ് 17 വടക്കൻകുളം പള്ളി വികാരി ഫാദർ മുട്ടാരി അവരെ മാമുദീസ മുഖി, അവർ മാമുദീസ സ്വീകരിച്ചു. ഉന്നതമായ കുടുംബത്തിൽ പിറന്ന അവർ മാമുദീസ സ്വീകരിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷികളായിട്ട് മാറുകയാണ്. അവർ ധീരമായ നിലപാടുകളെടുത്തു. അതിലൂടെ അവർ പീഡിപ്പിക്കപ്പെടുവാനായിട്ട് തുടങ്ങി. ജയിലിലടക്കപ്പെട്ടു. ക്രൂരമായിട്ടുള്ള പീഡകളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. മാമുദീസ സ്വീകരിച്ച് അറിഞ്ഞ രാജാവിൻ്റെ സഹായിയായ ദളവ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അദ്ദേഹത്തെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. കഴുത്തിൽ ചെരുപ്പൊക്കെ അണിയിച്ചുകൊണ്ട് റോഡിലൂടെ നടത്തി. കടിക്കുന്ന ഉറുമ്പിൻ്റെ കൂട്ടിൽ വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റിയിട്ട് നഗ്നനാക്കിയിട്ട് നിർത്തി. ശരീരത്തിൽ കത്തി കൊണ്ട് ഇങ്ങനെ കീറി മാംസത്തിലെ സ്കിന്നൊക്കെ കീറിയിട്ട് മുളക് തേച്ച് പിടിപ്പിച്ചു. തീരുന്നില്ല. പോത്തിൻ്റെ പുറത്ത് നഗ്നനാക്കിയിരുത്തി ചെരുപ്പൊക്കെ അണിയിച്ച് പരസ്യമായിട്ട് നടത്തി. വടികൊണ്ട് അടിച്ചു. ഒത്തിരിയേറെ പീഡിപ്പിച്ചു. ഒരു സാധാരണ മനുഷ്യന് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായ പീഡകളിലൂടെ ദൈവസഹായം പിള്ള കടന്നുപോയി. അദ്ദേഹം പിന്നോട്ട് മാറിയില്ല. ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്നുകൊണ്ട് അദ്ദേഹം സഹിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൽ
ക്രിസ്തുവിനോട് ജ്വലിക്കുന്ന സ്നേഹം കത്തിപ്പടരുവാൻ തുടങ്ങി. സഹിക്കുന്നതനുസരിച്ച് അദ്ദേഹം ആഴമായിട്ട് ക്രിസ്തുവിനെ സ്നേഹിച്ചു. ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹത്തിൻ്റെ ആഴമായ ദൈവാനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. ഒത്തിരിയേറെ പീഡ സഹിച്ച അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ചെങ്ങലക്കിട്ടു. അദ്ദേഹം അവിടെ തൻ്റെ കൈമുട്ടുകൊണ്ട് ആ പാറയിൽ ഇടിച്ചു കഴിഞ്ഞപ്പോൾ പാറ പിളർന്ന് വെള്ളമൊഴുകി അദ്ദേഹത്തിന് കുടിക്കുവാനായിട്ട് കർത്താവ് വെള്ളം കൊടുക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതുപോലെ സഹിച്ച മറ്റൊരു വ്യക്തി ഉണ്ടാവാൻ സാധ്യതയില്ല. നീലകണ്ഠ പിള്ള ദേവസഹായം പിള്ളയായിട്ട് മാറുകയാണ്. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പീഡനം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസ ജീവിതത്തിന് സാക്ഷ്യം കൊടുത്തു. ഉയർത്തെഴുന്നേറ്റ യേശുവിന് അദ്ദേഹം സാക്ഷ്യം കൊടുത്തു. 1852 ജനുവരി 14 കന്യാകുമാരിയിലെ കാറ്റാടിമലയിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. ഞാൻ ആ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. സാധിക്കുന്നവരൊക്കെ അവിടെ പോകണം. വലിയ ഒരു ശാന്തത, വലിയൊരു ദൈവാനുഭവം നമുക്കവിടെ അനുഭവിക്കാൻ പറ്റും. അവിടെ പോയി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു ദൈവാനുഭവം തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി വെടിയേറ്റ് മരിച്ച അദ്ദേഹം ഒരു വിവാഹിതനായിരുന്നു. അതാണ് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. വിവാഹം കഴിച്ച ഒരു വ്യക്തിക്കും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ സാധിക്കും. ദേവസഹായം പിള്ളയെ കത്തോലിക്ക സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അൽമായരായിട്ടുള്ള വിശ്വാസികളുടെ പ്രത്യേക മധ്യസ്ഥനായിട്ട് ദേവസഹായം പിള്ളയെ സഭ നിശ്ചയിച്ചു വന്നിരിക്കുക. വിശ്വാസത്തിനു വേണ്ടി പൊള്ളുന്ന സഹനത്തിൻ്റെ വഴികളിലൂടെ അദ്ദേഹം കടന്നുപോയി. അദ്ദേഹം വിശ്വാസം ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുക, അതിന് നമുക്ക് ആത്മാവിൻ്റെ ശക്തി വേണം. ദേവസഹായം പിള്ള ഇന്ന് വിശുദ്ധനായിട്ട് ലോകം മാനിക്കുന്നുവെങ്കിൽ അദ്ദേഹം കടന്നുപോയ നൊമ്പരത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, തിരസ്കരണത്തിൻ്റെ, അപമാനത്തിൻ്റെ വഴികളെ നമ്മൾ കാണണം. അദ്ദേഹം ധീര രക്തസാക്ഷിയായിട്ട് മാറി. ഈ കേരളത്തിൻ്റെ മണ്ണിൽ അദ്ദേഹം രക്തം ചൊന്തിക്കൊണ്ട് നീലകണ്ഠ പിള്ള ദേവസഹായം പിള്ള എന്ന വലിയ വിശുദ്ധനായിട്ട് മാറുകയാണ്. അവൾ ഓരോ വിവാഹം കഴിച്ച വ്യക്തികൾക്കും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിശുദ്ധരുടെ പദവിയിലേക്ക്, വിശുദ്ധകളുടെ പദവിയിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.